السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറിവ്, വിജ്ഞാനം നബിമാരുടെ അനന്തര സ്വത്താണ്. നബിമാർ അനന്തരമായി കൊടുക്കുന്നത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. അവരനന്തരമായി കൊടുക്കുക ഇൽമാണ്, അറിവാണ്. ആ നബിമാരുടെ അനന്തര സ്വത്ത് ശേഖരിക്കാനാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു പുതപ്പ് നെയ്തുണ്ടാക്കിയിട്ട് ഒരു സഹാബി വനിത വരുന്നുണ്ട്. അവരവരുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണത്. ആ തുണി നബിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി ആ സമ്മാനം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പുതപ്പ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നബി അത് ധരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നബി അത് ധരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുന്ന ഒരു സഹാബി നബിയോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ, ആ പുതപ്പ് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, ആ പുതപ്പ് നിങ്ങൾ എനിക്ക് തരുമോ? അപ്പൊ കൂടെയുള്ള സഹാബിമാര് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് വളരെ മോശമായി പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, നബിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു കൊടുക്കും. നബി ആരോടും നോ പറയാറില്ല. ഇപ്പൊ നബിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. നബിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട ഒരു പുതപ്പാണത്. ആ പുതപ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ശരിയായില്ല. ഈ പുതപ്പ് ചോദിച്ച സഹാബി പറഞ്ഞു, ഞാൻ നബിനോട് ആ തുണി എനിക്ക് തരുമോ എന്ന് ചോദിച്ചത് അത് എനിക്കിങ്ങനെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അതിൽ കഫൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉടുത്ത വസ്ത്രമാണല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ബറക്കത്ത് അതിനുണ്ടാകും. അത് എന്റെ കഫൻ പുടവയാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചത് എന്നാണ്. പിന്നീട് ആ സഹാബി മരിച്ച സമയത്ത് ആ സഹാബിയുടെ കഫൻ പുടവയായിട്ട് ആ പുതപ്പാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ കഫൻ പുടവയെ പറ്റിയിട്ട് ആലോചിച്ചു എന്നുള്ളതാണ്.
നമ്മൾ ആരെങ്കിലും നമ്മുടെ കഫൻ പുടവയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ കഫൻ പൊതിയാനുള്ള തുണിക്കഷ്ണങ്ങളെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിക്കും. മരിക്കാതെ അവിടെ കാലാകാലം കഴിയാൻ ആർക്കും കഴിയൂല. അള്ളാഹു മലക്കുൽ മൗത്തിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് അയച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്നത് മലക്കുൽ മൗത്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അതിന്റെ റൂഹ് എടുക്കാൻ വന്നതെന്നാ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു അടിയം തോന്നിച്ചു. കണ്ണിനാണ് അടിച്ചത്. കണ്ണ് പൊട്ടിപ്പോയി. അങ്ങനെ മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പരാതി പറയുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്. അള്ളാഹുവേ, ഇപ്പോഴൊന്നും മരിക്കാൻ ഉദ്ദേശമില്ലാത്ത ഒരു അടിമന്റെ അടുക്കലേക്കാണല്ലോ നീ എന്നെ പറഞ്ഞയച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വന്നത് മലക്കുൽ മൗത്താണെന്നോ മൂസാ നബിയുടെ റൂഹ് എടുക്കാൻ വന്നതാണെന്നോ വിചാരിച്ചിട്ട് അടിച്ചതല്ല. വന്നത് മലക്കാണെന്ന് മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അള്ളാഹു വീണ്ടും മലക്കുൽ മൗത്തിനോട് പറയാണ്, നീ ഒരിക്കൽ കൂടി മൂസാ നബിയുടെ അരികിലേക്ക് ചെല്ലണം. മൂസയോട് ഒരു കാളയുടെ പുറത്ത് കൈവെക്കാൻ പറയുക. ആ കയ്യിന്റെ ചുവട്ടിൽ എത്ര രോമങ്ങളുണ്ടോ, ബികുല്ലി ശഅറത്തിൻ സന, ഓരോ രോമത്തിനും 1 വർഷം എന്ന നിലക്ക് മൂസാ നബിയുടെ ആയുസ് ഞാൻ നീട്ടിക്കൊടുക്കാം. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഐ റബ്ബ് സുമ്മ മാദാ, അത്ര വർഷങ്ങൾ നീ എനിക്ക് നീട്ടി തന്നതിന് ശേഷം പിന്നെന്താ ഉണ്ടാവുക? സുമ്മൽ മൗത്ത്, പിന്നെ മരണാണ്, എന്തായാലും മരിക്കണം. അപ്പൊ എന്തായാലും മരിക്കണം അല്ലേ? എന്തായാലും മരിക്കണം. ഫൽആൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ മരണം നടന്നോട്ടെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അള്ളാഹുവിനോട് ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്റെ ഖബറ് അത് ബൈത്തുൽ മഖ്ദസിന്റെ അരികിലാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അള്ളാഹു പരിഗണിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറുള്ളത് ബൈത്തുൽ മഖ്ദസിന്റെ അരികിലാണ്. പക്ഷെ ആ ഖബർ എവിടെയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ മാർഗമോ രേഖയോ ഇല്ല. ഇന്ന് ലോകത്ത് ഒരു നബിയുടെ ഖബറാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരേ ഒരു ഖബറേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. അപ്പൊ മരിക്കാതിരിക്കാൻ ആർക്കും പറ്റൂല. നബിമാർക്ക് ഓപ്ഷൻ ഉണ്ടാകും. അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും. അള്ളാഹു അവരോട് പറയും, ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പൊ മരിക്കാം, അതല്ല എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര കാലം നിങ്ങൾക്ക് വീണ്ടും ഈ ദുനിയാവിൽ കഴിയുകയും ചെയ്യാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് മദീന പള്ളിയിൽ നടത്തുന്ന ഖുത്ബകളിൽ ഒരു ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു. അള്ളാഹു ഒരു അടിമക്ക് ദുനിയാവ് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തു, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവസരവും കൊടുത്തു. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ സ്വഹാബിമാരൊക്കെ പള്ളിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കരയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇബ്നു മസ്ഊദ് ചോദിക്കുന്നുണ്ട്, ഒരടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിന് അബൂബക്കർ എന്തിനാണ് കരയുന്നത്? എന്നാൽ ആ തെരഞ്ഞെടുത്ത അടിമ അള്ളാഹുവിന്റെ റസൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ പറ്റിയിട്ട്, അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ പറ്റിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അത് അബൂബക്കറിനാണ് മനസ്സിലായത്. കാന അബൂബക്കർ അലമന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവർ പറയുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് അള്ളാഹു തരൂല. നബിമാർക്ക് അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാകും. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഒരു മുന്നറിയിപ്പില്ലാതെ, നമ്മളോട് ആരോടും അനുവാദം ചോദിക്കാതെ മലക്കുൽ മൗത്തും കൂട്ടരും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ യാത്ര ഉണ്ടാവുക. അപ്പൊ അതിനു മുമ്പ് നന്നായിട്ട് ഒരുങ്ങാനും ശരിക്ക് അള്ളാഹുവിന്റെ നല്ല അടിമകളായിട്ട് അവനിലേക്ക് മടങ്ങാനും നമുക്ക് പറ്റണം. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു,
10-20 കൊല്ലമായിട്ടേ ഉള്ളൂ എനിക്ക് ഈ ആദർശമൊക്കെ മനസ്സിലായിട്ട്. തൗഹീദ് ബോധ്യപ്പെട്ടിട്ട് 10-20 കൊല്ലങ്ങളായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ജാറങ്ങളിൽ പോയിരുന്നു, മക്ബറകളിൽ പോയിരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിരുന്നു, തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നു. അള്ളാഹു എനിക്ക് പൊറത്തു തരുമായിരിക്കും അല്ലേ? വലിയ സങ്കടത്തോടു കൂടി, ബേജാറോടു കൂടി ആ മനുഷ്യനിങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കാൻ. അയാൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. അല്ലെ, അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ ദുൽമ എന്ന് പറഞ്ഞാൽ. ആ ദുൽമ ചെയ്ത മനുഷ്യന് അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് കണ്ണുകൾ നിറച്ച് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കൂലേ? ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്. ആ ശിർക്കും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ആ വിളി തന്നെ നോക്കി നമ്മൾ. യാ ഇബാദി, എന്റെ അടിമകളെ. എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. ആരെയാണ് അള്ളാഹു എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നത്? അള്ളാഹുവിന് കുറെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ഒരു പള്ളിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരല്ല. തെറ്റുകൾ ചെയ്ത് മനം മടുത്തു പോയ ആൾക്കാരെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, എന്റെ അടിമകളോട് പറ റസൂലേ, അവരുടെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവർ ഏത് തെറ്റാണെങ്കിലും, എത്ര വലിയ തെറ്റാണെങ്കിലും, അവർ എത്ര വലിയ പാപികളാണെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ റെഡിയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്താണത്. ആ ആയത്തിൽ അള്ളാഹു ഒരു തെറ്റിനെയും ഒഴിവാക്കിയിട്ടില്ല. ശിർക്ക് ചെയ്തിട്ടുണ്ടോ? തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു വരും. നമ്മുടെ ജീവിതത്തിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ടോ? അള്ളാഹുലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു പുറത്തു തരും. സിന ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹു പുറത്തു തരും. നാട്ടിൽ അറിയപ്പെട്ട ഒരു പെരും കള്ളനാണ്. അതിന്റെ പേരിൽ അയാൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അയാൾ അള്ളാഹുലേക്ക് തിരിച്ചു നടക്കുകയാണെങ്കിൽ അയാളെ സ്വീകരിക്കാൻ നമ്മുടെ റബ്ബ് റെഡിയാണ്. പലിശയിൽ മുങ്ങിക്കുളിച്ച ഒരു മനുഷ്യനാണ്. ഇനിയിപ്പോ എനിക്ക് മാറാനൊന്നും കഴിയൂല എന്ന് കരുതിയിട്ട് ആ പഴയ രീതിയിൽ തന്നെ അയാള് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഏത് തെറ്റും അള്ളാഹു പുറത്തു തരുമെന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തൗബയുടെ കാര്യം വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഇന്നലെ വരെ നമ്മൾ ആരായിരുന്നു എന്നത് അള്ളാഹുവിന് ഒരു പ്രശ്നമല്ല. ഇനി മുതൽ നമ്മൾ ആരാണ് എന്നതാണ് നമ്മുടെ റബ്ബ് നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യദ്ഹഖുല്ലാഹു ലിറജുലൈൻ യഖ്തുലു അഹദുഹുമൽ ആഖർ കിലാഹുമാ യദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിലെത്തിയ 2 ആൾക്കാരെ കണ്ടിട്ട് അള്ളാഹു ചിരിക്കുകയാണ്. സ്വർഗ്ഗത്തിലെത്തിയ 2 മനുഷ്യന്മാരെ കണ്ടിട്ട് അള്ളാഹു ചിരിക്കുകയാണ്. അതിൽ ഒരാള് മറ്റൊരാളെ കൊന്നവനാണ്. സ്വർഗത്തിലെത്തിയപ്പോ കൊല്ലപ്പെട്ടവനും സ്വർഗത്തിലുണ്ട്, ഓനെ കൊന്നോനും സ്വർഗത്തിലുണ്ട്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ റബ്ബ് ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർക്ക് വലിയ കൗതുകം. അപ്പൊ അവർ ചോദിച്ചു, കൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനെ നടക്കുക നബിയെ? കാരണം ഒരാൾ കൊലയാളിയാണ്, മറ്റൊരു കൊല്ലപ്പെട്ടവനാണ്. ഇവർ 2 പേരും എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് ആദ്യമേ മുസ്ലിം ആയിരുന്നു, ഒരു ജിഹാദ് നടന്നു, യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ കാഫിറായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനെ വധിച്ചു കളഞ്ഞു. അയാൾ ഷഹീദായി, അയാൾ സ്വർഗത്തിലെത്തി. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ കൊലയാളി ഇസ്ലാം സ്വീകരിക്കാൻ അയാൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അടുത്തൊരു യുദ്ധത്തിൽ ആ മനുഷ്യനും ഷഹീദാകാണ്. അങ്ങനെ ആ മനുഷ്യനും സ്വർഗത്തിലെത്താൻ. അപ്പൊ കൊന്ന ആളും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിൽ ഒരുമിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ റബ്ബ് ചിരിക്കുന്നതെന്നാ പറഞ്ഞത്. നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണിത്. കാരണം ഒരു മുസ്ലിമായ മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അയാൾക്ക് എത്ര ദേഷ്യം ഉണ്ടാകും, എത്ര വെറുപ്പുണ്ടാകും. ആ മനുഷ്യന്റെ ജീവിതം പിന്നീട് മാറുകയാണ്. അയാളും മുസ്ലിം ആവുകയാണ്, അയാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുകയാണ്. അപ്പൊ പാപങ്ങൾ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വലാ തൻഖതിഉ തൗബതു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ തൗബയുടെ വാതിൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കാൻ. മാലം യുഗർഗിർ, ഒരു അടിമയുടെ തൊണ്ടയിൽ നിന്ന് ഗർഗർ ശബ്ദം വരുന്നത് വരെ. ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കൂല. പിന്നെ ഓന് തൗബ ചെയ്യുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ തൗബ ചെയ്ത ആളാണ് ഫിർഔൻ. മരിക്കുന്ന നേരത്ത് ഫിർഔൻ പറഞ്ഞത് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച അള്ളാഹു ഞാനും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല തൗഹീദൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഫിർഔൻ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ അത് തൗബയല്ല, അത് നിവൃത്തികേടാണ്. അവർക്ക് ഇനി വേറെ മാർഗമൊന്നുമില്ല. ഓന്റെ മുമ്പിൽ വേറൊരു വാതിലില്ല എന്ന് കണ്ടപ്പോഴാണ് ഫിർഔൻ മടങ്ങിയത്. അപ്പൊ തൊണ്ടയിൽ നിന്ന് ആ ഗർഗർ ശബ്ദം വരുന്നത് വരെ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. ആ തൗബയുടെ വാതില് അള്ളാഹു ഒരാളുടെ മുന്നിലും അടച്ചു വെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ്, മരണം നമ്മളെ തേടി എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കണ്ണുകൾ നിറച്ച് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എണ്ണി പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ നമുക്ക് പറ്റണം. എല്ലാവർക്കും ഒരു ജാഹിലിയത്ത് ഉണ്ടാകും. ഒരു ഇരുട്ടുള്ള കാലം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം. ഏത് ജാഹിലിയത്ത് ഉണ്ട് എങ്കിലും പുതിയൊരു ജീവിതം നമ്മൾ സ്വപ്നം കാണുന്നുണ്ടോ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മളെ സ്വീകരിക്കും നമ്മുടെ റബ്ബ്. ഞാനൊരു ഉദാഹരണം പറയാം. ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി റളിയല്ലാഹു അൻഹു. ആ പേര് കേട്ട എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്? ഖുർസ് ഇബ്നു ജാബിർ അൽ ഫിഹ്രി. ആരെങ്കിലും കേട്ടുകളോ? ഖുർസ് ഇബ്നു ജാബിർ അൽ ഫിഹ്രി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഖുർസ്. ഖുർസിന് ഒരു ജാഹിലിയത്ത് ഉണ്ട്. മക്കക്കാരനാണ്, ഫിഹ്റുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടും ഇസ്ലാമിനോടും അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്ന കാലം. ജാഹിലിയത്തിൽ ഖുർസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. നബിയോടും സഹാബിമാരോടും മദീനക്കാരോടുള്ള വെറുപ്പ് കാരണം മദീനയിൽ മേഞ്ഞുകൊണ്ടിരുന്ന കാലികളൊക്കെ കൊള്ളയടിച്ചിട്ട് അയാള് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ. അപ്പൊ ഈ കൊള്ളയടിച്ച വിവരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 70 സഹാബിമാരെയും കൂട്ടിയിട്ട് ഖുർസിനെ ഫോളോ ചെയ്യാൻ ബദർ താഴ്വരയുടെ അടുത്തുള്ള സഫ്വാൻ എന്ന സ്ഥലത്തെത്തിയപ്പോ ഖുർസ് കടന്നു കളഞ്ഞു. നബിയുടെയും സഹാബിമാരുടെയും മദീനക്കാരുടെയും കാലികളുമായിട്ട് അയാള് കഴിച്ചിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും ഖുർസിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. അവർ നിരാശയോടുകൂടി മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരാൻ. ഇതാണ് ബദർ അൽ ഊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ 2 ബദർ ഉണ്ട്. രണ്ടാമത്തെ ബദർ ബദർ അൽ കുബറയാണ്. അത് മക്കക്കാരുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നേരിട്ട് ഏറ്റുമുട്ടിയ ആ സംഘടനയാണ്. ഒന്നാമത്തെ ബദർ ഖുർസിനെ ഫോളോ ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 70 സഹാബിമാരും നടത്തിയ സൈനിക നീക്കമാണ്. ഇപ്പൊ ഖുർസ് എന്തായാലും മദീനക്കാരുടെ മുതലുമായിട്ട് സമ്പത്തുമായിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. പിന്നീട് ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഹിജ്റ 6-ാം വർഷം ശവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉറൈനക്കാരായ 8 ആൾക്കാർ വന്നു. ഒരു ഇസ്ലാം സ്വീകരിച്ചിട്ട് നബിന്റെ മദീനയിലേക്ക് വന്ന മനുഷ്യന്മാരാണ്. മദീനയിൽ എത്തിയ സമയത്ത് അവർക്ക് മദീനയുടെ ക്ലൈമറ്റ് പിടിച്ചില്ല. അവർക്ക് പനിയൊക്കെ പിടിച്ചു, ശരീരമൊക്കെ തളർന്നു, അവരുടെ ശരീരത്തിന്റെ നിറമൊക്കെ മാറി. നബിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലെ, ഞങ്ങൾ രോഗികളായിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പരിഹാരം വേണം. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളുടെ പാലും മൂത്രവും ഈ ഉറയിനക്കാരായ 8 ആൾക്കാരോട് ഒരു ചികിത്സ എന്ന നിലക്ക് കുടിക്കാൻ പറയാൻ. അപ്പൊ നമുക്ക് മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസല്ല. ഒരു ചികിത്സ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ 8 ആൾക്കാര് ഈ ഒട്ടകങ്ങളുടെ പാലും മൂത്രമൊക്കെ കുടിച്ചു. നബിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ സ്വതക്കയുടെ ഒട്ടകങ്ങൾ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മൗല യസാർ റളിയല്ലാഹു അൻഹു ആണ് ആ ഒട്ടകങ്ങളെ നോക്കുന്നത്. ഇവര് ഈ ചികിത്സയൊക്കെ നടത്തി ഇവരുടെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി, ശരീരമൊക്കെ പുഷ്ടിപ്പെട്ടു. പിന്നെ ഇവരുടെ മൈൻഡ് മാറുകയാണ്. മുതലിനോട് മനുഷ്യർക്കുള്ള ആർത്തി ഭയങ്കരമാണല്ലോ. ഇവരിങ്ങനെ നോക്കിയപ്പോ ഒരു 10-15 ഗർഭിണികളായ ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളെ നോക്കുന്ന ഒരാളുണ്ട്, യസാർ. അപ്പൊ ഈ 8 ആൾക്കാർ ചിന്തിച്ചതാ വെച്ചാല്, യസാറിന് നമുക്ക് തീരുമാനമാക്കിയിട്ട് ഈ 15 ഗർഭിണികളായ ഒട്ടകങ്ങളെയും കൊണ്ട് നമുക്ക് കടന്നു കളയാം, മനുഷ്യന്റെ മനസ്സ് നോക്കുക എന്ന്. അങ്ങനെ ഇവര് യസാർ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്തല്ല ഈ സംഭവം നടക്കുന്നത്. നബിയുടെ അരികിൽ നിന്ന് ഒരു 6 മൈലുകൾ അപ്പുറത്ത് ഖുബാ പള്ളിക്ക് അരികിലാണ് ഈ സംഭവം. യസാർ റളിയല്ലാഹു അൻഹു ഇവർ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, മൃഗീയമായ കൊലപാതകം. കൈകളും കാലുകളൊക്കെ മുറിച്ചു മാറ്റി, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അങ്ങനെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ആളുകളുള്ള ഒരു കുതിര സംഘത്തെ ഈ 8 ആൾക്കാരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. ആ 20 ആളുകളുടെ കുതിര സംഘത്തിന്റെ ലീഡറിന്റെ പേരെന്താണെന്ന് അറിയും? ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി. ഈ 20 ആൾക്കാർ ആ 8 ആൾക്കാരെ ഫോളോ ചെയ്തു. അവരെ പിടികൂടി കുതിരപ്പുറത്ത് അവരെ കെട്ടിവലിച്ച് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടു. ആ 15 ഒട്ടകങ്ങളിൽ ഒരു ഒട്ടകത്തെ അവര് തീരുമാനാക്കിയിട്ടുണ്ട്, അവർ അറുത്ത് കഴിച്ചിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഈ 8 ആൾക്കാർ എത്തി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരനെ അത്രക്കും മൃഗീയമായിട്ട് കൊന്ന മനുഷ്യന്മാരാണ് നബിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിസാസ് നടപ്പിലാക്കാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 8 ആൾക്കാരുടെ കൈകളും കാലുകളും ഛേദിച്ചു, അവരുടെ കണ്ണും ചൂഴ്ന്നെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അവസാനമായിട്ടാണ് അങ്ങനത്തെ ഒരു പണി ചെയ്തത്. അതിനുശേഷം നബി വേറൊരാളുടെയും കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം അതാണ് പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അതാണ് നീതി എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് എന്താണ് ചെയ്തത് അത് അങ്ങോട്ടും തിരിച്ചു ചെയ്യുക, അത് പ്രതിക്രിയയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടപ്പിലാക്കുന്നത്. ഈ ചരിത്രത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് അറിയോ? ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ വന്നിട്ട് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും മദീനക്കാരോടുമുള്ള വെറുപ്പ് കാരണം അവരുടെ കാലികളെ കൊള്ളയടിച്ചു പോയ ഒരു മനുഷ്യൻ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതക്കയുടെ ഒട്ടകങ്ങൾ കൊള്ളയടിച്ച് പോയ ഒരു സംഘത്തിന്റെ കയ്യിൽ നിന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനായ കഥയാണ് ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി റളിയല്ലാഹു അൻഹുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ. ആ സഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്താന്ന് നമ്മൾ ആലോചിക്കുക. അപ്പൊ ഒരാളെ പറ്റിയിട്ട് നമ്മൾ വിധി പറയാൻ പാടില്ല. ഓനൊന്നും നന്നാവൂല, അവനൊന്നും ഒരിക്കലും ശരിയാവൂല എന്ന് ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയരുത്. ഒരാളുടെ മനസ്സ് മാറ്റുന്നവൻ അല്ലാഹുവാൻ. മക്ക വിജയത്തിന്റെ സമയത്ത് ഷഹീദായിട്ടാണ് ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇങ്ങനത്തെ എത്ര 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 ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഖാലിദ്? ഉഹദിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഖാലിദാൻ. ഇസ്ലാമിനെതിരെ എത്ര യുദ്ധങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നയിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഖാലിദ് ആരായി? സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ വാളുകളിൽ ഒരു വാള് എന്നാണ് ഖാലിദിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആരായിരുന്നു സുഹൈൽ ബിൻ അംർ? ആരായിരുന്നു അബൂ സുഫിയാൻ? മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് മുസ്ലിങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും മുതലുണ്ടാക്കിയ മനുഷ്യൻ, ആ കച്ചവട സംഘത്തിന്റെ ലീഡർ അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ പറയാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകൾ നമ്മൾ മറക്കുക. ഇന്നലകൾ നമ്മൾ ആരായിരുന്നു എന്നത് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുകൾ നിറച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മളെ സ്വീകരിക്കുവാൻ നമ്മുടെ റബ്ബ് റെഡിയാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ടുള്ള ഒരു തൗബ വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മളത് നിർവഹിക്കണം. കഴിയുന്ന അത്ര വേഗത്തിൽ അള്ളാഹുലേക്ക് മടങ്ങാൻ നമുക്ക് പറ്റണം. ഈ തൗബക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. വെറുതെ ഒരാൾ അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അത് തൗബയാകൂല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല
തൗബയുടെ 5 നിബന്ധനകൾ എന്ന് പറയുന്നുണ്ട്. ആ 5 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുലേക്ക് മടങ്ങുമ്പോഴാണ് അതിന് തൗബ എന്ന് പറയുക. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹ്. അയാൾ കേറിച്ച് മടങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. ഒരു കച്ചവടത്തില് അന്യായം ചെയ്യുന്ന ഒരാൾ, നാട്ടുകാരൊക്കെ പറ്റിച്ചിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ചങ്ങായി, അവർക്ക് വേറെ ഭാഗത്തു നിന്ന് കുറച്ച് പൈസ കിട്ടിയപ്പോ ഇനിയിപ്പോ ലാഭമൊന്നും വേണ്ട എന്ന നിലക്ക് ഓനാ തെറ്റണ്ട് നിർത്തുന്നതിന് തൗബ എന്ന് പറയൂല. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആലോചിച്ചുകൊണ്ട്, അവന്റെ കൂലി കൊതിച്ചുകൊണ്ടാണോ അയാൾ മടങ്ങിയത്, അതിനാണ് തൗബ എന്ന് പറയുക. അപ്പൊ ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസു ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം അയാൾ ആ തെറ്റ് അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ നിബന്ധന അന്നദുമു അലാ മാ ഫഅല. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റിൽ അങ്ങേയറ്റത്തെ സങ്കടവും ദുഃഖവും ഖേദവും അയാൾക്ക് ഉണ്ടാകണം. അതല്ല ഇനിയും ചാൻസ് കിട്ടിയാൽ ഇനിയും അങ്ങനെ തന്നെയാണ് എന്നതാണെങ്കിൽ അത് തൗബയല്ല. വല്ലാത്തൊരു ദുഃഖം ഉണ്ടാവണം. അല്ലാഹു അന്ന് അങ്ങനെ സംഭവിച്ചു പോയല്ലോ, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന ഒരു സങ്കടവും വേദനയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു നിബന്ധന, ആ പാപം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിഴുതു കളയണം. തെറ്റിങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ ആ തെറ്റിങ്ങനെ അയാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും തൗബ എന്ന് പറയൂല. നാലാമത്തെ നിബന്ധന, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം അയാൾ എടുക്കണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല എന്ന ഉറച്ച തീരുമാനം ആ മനുഷ്യൻ എടുക്കണം. അഞ്ചാമത്തെ നിബന്ധന, തൗബയുടെ വാതിലുകൾ അടയുന്നതിന് മുമ്പ് അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. നേരത്തെ നമ്മൾ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാനുള്ള അവസരമില്ല. മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാനുള്ള അവസരമില്ല. അപ്പൊ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാൾ തൗബ ചെയ്യുമ്പോഴാണ് അള്ളാഹു ആ തൗബ സ്വീകരിക്കുക. ഇനി മനുഷ്യന്മാർക്കിടയിലുള്ള ഇടപാടാണ് എങ്കിൽ അവിടെ ഈ 5 നിബന്ധനകളും പോരാ. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരാൾ വേറൊരാൾത്തുനിന്ന് ഒരു 5000 റുപ്യ പറ്റിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. ഓൻ ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഇഖ്ലാസൊക്കെ ആയി അള്ളാഹുവിനോട് തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൗബയാവൂല. ആ 5000 റുപ്യ കൊടുക്കേണ്ടവർക്ക് ഓന് തിരിച്ചു കൊടുക്കണം. അപ്പോഴേ ഓന്റെ തൗബ ശരിയാവുള്ളൂ. ഇനി തൗബ ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വലാത്തു തൗബ, തൗബന്റെ പേരിൽ ഒരു നിസ്കാരം. നിസ്കരിക്കുന്നത് തിരക്കണമൊന്നുമില്ല, നല്ല കാര്യമാണ്. എന്നാൽ ആ നിസ്കാരം എന്നുള്ളത് തൗബ ശരിയാകാനുള്ള നിബന്ധനയല്ല, കണ്ടീഷനല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ തെറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് ഖേദമുണ്ടായി, അയാൾ നന്നായിട്ട് വുളു ഒക്കെ ചെയ്തു. സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈൻ, എന്നിട്ട് അയാൾ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ് ഇല്ലാ ഗഫറല്ലാഹു ലഹു, എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി, അള്ളാഹുവേ നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കാതിരിക്കൂല എന്നാണ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 1521 ഹദീസാണ്. അപ്പൊ അങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ചിട്ട് തൗബ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. എന്നാൽ ആ നിസ്കാരം എന്നുള്ളത് തൗബ ശരിയാകാനുള്ള നിബന്ധനയൊന്നും അല്ല. നിസ്കരിച്ചിട്ടില്ല എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ 5 നിബന്ധനകൾ, ഷർത്തുകൾ ഒരാൾ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ തൗബ സ്വീകാര്യോഗ്യമാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ്, മരണം 5 ഷർത്തുകളാ. ഒന്നാമത്തെ ഷർത്ത് അൽ ഇഖ്ലാസു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം അയാൾ തൗബ ചെയ്യുന്നത്. വേറെ ആരെങ്കിലും പേടിച്ചിട്ട് അയാൾ ആ തെറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അയാൾ ആ തെറ്റ് അവസാനിപ്പിച്ചത്. അതിന് തൗബ എന്ന് പറയില്ല. അള്ളാഹുവിന്റെ അടുക്കുള്ള കൂലിയും അള്ളാഹുവിനെ പേടിച്ചിട്ടുമാണ് അയാൾ ആ തെറ്റ് അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചെയ്തു പോയ തെറ്റിൽ അയാൾക്ക് അങ്ങേയറ്റത്തെ സങ്കടമുണ്ട്, വല്ലാത്തൊരു ദുഃഖം. അള്ളാഹു അങ്ങനെ പറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ എന്നുള്ള ആ വേദന അയാൾക്ക് ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ആ തെറ്റ് അയാളുടെ ജീവിതത്തിൽ നിന്ന് പിഴുതു കളയണം. ഇവിടെ ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് ഓനിങ്ങനെ കച്ചവടത്തില് ബാക്കിയുള്ളവരെ പറ്റിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വന്നിട്ട് ഓൻ പറയാണ്, അള്ളാഹു എന്റെ പാപം നീ പുറത്തു തരണേ, എന്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നീ എന്നെ മാപ്പ് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാണ്. അപ്പുറത്ത് ഓൻ ഇങ്ങനെ പറ്റിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൗബ എന്ന് പറയില്ല. ആ തെറ്റ് അവനെ അവസാനിപ്പിക്കണം, അത് വേരോടെ പിഴുതു കളയണം. അൽ ഇഖ്ലാ എന്നാണ് പ്രയോഗം, വേരോടെ അത് പിഴുത് കളയണം.
നാലാമത്തെ നിബന്ധന, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു മടങ്ങൂല എന്നുള്ള ഒരു ഉറപ്പ് അയാൾ എടുക്കണം. അഞ്ചാമത്തെ നിബന്ധന, തൗബയുടെ വാതിലുകൾ അടയുന്നതിന് മുമ്പായിരിക്കണം അയാൾ തൗബയുണ്ട്. ഈ ഒരു ചോദ്യം കൂടി, ഈ 5 നിബന്ധനകൾ പാലിച്ച് ഒരാൾ തൗബ ചെയ്തു, പിന്നെയും എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അയാൾ ആ തെറ്റിൽ ചെന്ന് ചാടി, പിന്നെ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും? വീണ്ടും ഈ നിബന്ധനകൾ പാലിച്ചാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. പിന്നെയും അയാളെ തെറ്റ് ആവർത്തിച്ചു, സാഹചര്യങ്ങൾ അയാളെ പെട്ടുപോയതാണ്, ആ തെറ്റ് അയാൾ വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ നിബന്ധനകളൊക്കെ പാലിച്ച് അയാൾ അള്ളാഹുലേക്ക് മടങ്ങി, വീണ്ടും അള്ളാഹു പുറത്തു കൊടുക്കും. 1000 തവണ ഒരു അടിമ അങ്ങനെ മടങ്ങിയാലും പുറത്തു കൊടുക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ഇതിനർത്ഥം തൗബ കളിക്കാന്നല്ല പറഞ്ഞത്. ഈ നിബന്ധനകൾ പാലിച്ചിട്ടും അയാൾ അറിയാതെ ആ സാഹചര്യങ്ങൾ പെട്ടിട്ട് വീണ്ടും ആ തെറ്റ് ചെയ്യുന്നു. റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആഴവും വിശാലതയും നമ്മൾ ചിന്തിക്കുക. അള്ളാഹുലേക്ക് മടങ്ങുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ്, നമ്മളെ വിഷയം അതാണല്ലോ, മരണത്തിന് മുമ്പ്, മരണം വന്നെത്തും മുമ്പ് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക. നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറെ കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ വിശ്രമിക്കുന്നില്ല. ആഖിറത്തിന് വേണ്ടിയിട്ട് അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രാത്രിയെ പറ്റിയിട്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഏറെ രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണത്. എന്നാൽ നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ട പാഠങ്ങളും അതിലുണ്ട്. ആയിഷ ബീവി പറയാണ്, ഒരു രാത്രി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് കിടക്കുകയാണ്. അപ്പൊ കിടന്ന് ഒരുപാട് നേരമൊന്നും റസൂല് കിടന്നിട്ടില്ല. ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ അവിടുന്ന് എഴുന്നേൽക്കാണ്. എൻ്റെ അടുത്തുനിന്ന് നബി എഴുന്നേൽക്കാണ്. ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ടില്ല, പക്ഷെ നബി എഴുന്നേൽക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയാത്ത പോലെ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പതുക്കെ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ചെരുപ്പുകൾ ധരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സാവകാശം ആയിഷ ബീവി ഉണർത്താതെ നബിന്റെ തട്ടമെടുത്തു. എന്നിട്ട് വളരെ പതുക്കെ നബി റൂമിന്റെ വാതില് തുറന്നു. പതുക്കനെ പുറത്തിറങ്ങിയിട്ട് നബി ആ വാതില് ചാരി. ആയിഷ ബീവിക്ക് ആകെ ടെൻഷനായി, ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ആയിഷ ബീവിന്റെ മൈൻഡ് അസ്വസ്ഥമാവാൻ. ആയിഷ ബീവി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓരോ ഡ്രസ്സൊക്കെ ധരിച്ച് തട്ടൊക്കെ ഇട്ട് നബിന്റെ പിന്നാലെ ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ബഖീയിലേക്കാണ്, സഹാബിമാരെ മറവ് ചെയ്തിട്ടുള്ള ഖബർസ്ഥാനിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ നേരം അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു. ആയിഷ ബീവി ഇങ്ങനെ കാണാൻ. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞപ്പോ ഫൻഹറഫ്തു, ഞാനും അവിടുന്ന് തിരിഞ്ഞു. അപ്പൊ നബിന്റെ കണ്ണിൽ പെട്ടു. നബി ഒരു കറുത്ത രൂപം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വേഗം കൂട്ടി. ആരാണ് അതെന്ന് അറിയാമെന്ന് വേണ്ടി നബി ധൃതി കൂട്ടി. അപ്പൊ ഞാനും ധൃതി കൂട്ടി. നബിന്റെ നടത്തം പിന്നെ ഓട്ടായി. ആയിഷ ബീവി പറയാം, നബി ഓടാൻ തുടങ്ങിയപ്പോ ഞാനും ഓടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആകെ കിതച്ച് ഒരു വിധം റൂമ് കയറി. നബി അവിടെ പുറപ്പ് കിടത്തിപ്പോയ ആളാണല്ലോ, അവിടെ കയറി കിടന്ന് പുറപ്പൊക്കെ പുതച്ച് ഒന്നും അറിയാത്ത പോലെ കിടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറിയപ്പോ ആയിഷ ബീവി ആകെ കിതക്കാൻ, വയറൊക്കെ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും നിൽക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലിക്കിയ ആയിഷു. നബി ചില സമയത്തൊക്കെ ആയിഷ ബീവിനെ അങ്ങനെ വിളിച്ചിരുന്നത്. ആയിഷ, നിനക്ക് എന്തു പറ്റി? എന്താണ് നീ വല്ലാതെ കിടക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അപ്പൊ ആയിഷ ബീവി ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഒരു പ്രശ്നമില്ല. അപ്പൊ ആയിഷ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നിരിക്കൽ നീ എനിക്ക് പറഞ്ഞു തരാം, അല്ല എങ്കിൽ അൽ ലത്തീഫുൽ ഖബീറായ അള്ളാഹു എനിക്ക് അറിയിച്ചു തരും. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ എത്ര മറച്ചു വെച്ചാലും നിങ്ങൾക്ക് അള്ളാഹു ആ വിവരം അറിയിച്ചു തരുമല്ലോ. ആയിഷ ബീവി എന്താ നടന്ന സംഭവം എന്നുള്ളത് നബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്തൊരു മുള്ളു കൊടുത്തിട്ട് ആയിഷ ബീവിനെ വേദനിപ്പിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലും ആയിഷ അന്നെ വഞ്ചിക്കോ, അന്നെ പറ്റിക്കോ, അന്റെ ദിവസം ഞാൻ വേറൊരു ഭാര്യന്റെ അടുക്കിലേക്ക് പോകുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു.
നീ വസ്ത്രം അഴിച്ച് നിൽക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണല്ലോ. ആ അവസ്ഥയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മുറിയിലേക്ക് കയറാൻ മടിച്ചു. വളരെ സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ നിന്നെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ സ്വകാര്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഞാൻ പോയത് ബഖീയിലേക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞത്, അള്ളാഹു ബഖീയിൽ കിടക്കുന്ന സഹാബിമാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ വിഷയമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നബിക്ക് വിശ്രമിക്കേണ്ട സമയത്ത് പോലും, കിടന്നുറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹു വിളിച്ചിട്ട് ഇബാദത്ത് ചെയ്യാൻ പറയാൻ, അനുചരന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ആയിഷ ബീവി ഉറങ്ങുന്ന സമയമാണ്, സഹാബിമാർ കിടന്നുറങ്ങുന്ന സമയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന ആ നേരത്തും നബിയോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ബഖീയിലേക്ക് പോകണം, സഹാബിമാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ദീനിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളും യാത്രകളും പരിശ്രമങ്ങളും ജിഹാദുകളും യുദ്ധങ്ങളും ഭയങ്കര സംഭവമാണ്. നമുക്ക് ഈമാനികമായിട്ട് വലിയ ആവേശം നൽകുന്ന ജീവിതമായിരുന്നു അവരുടേത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 300 ആളുകളുള്ള ഒരു സംഘത്തെ അയച്ചു. ഒരു സൈനിക നീക്കമാണത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ആ സൈന്യത്തിന്റെ ലീഡർ. ഖുറൈശികളായ ഒരു ഒട്ടകക്കൂട്ടത്തെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഈ 300 ആൾക്കാരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് കഴിഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യാത്രയിലെ വിഭവമായിട്ട് കൊടുത്തത് ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്കകളാണ്. ഈ 300 ആൾക്കാർ ആ കാരക്കകൾ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യാത്രയുടെ തുടക്കത്തിൽ ഒന്നിലധികം കാരക്കകളൊക്കെ ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുത്തിരുന്നു. പിന്നീട് യാത്ര മുന്നോട്ട് പോയി, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഈ കാരക്ക തികയൂല. പിന്നെ ഓരോ ദിവസം ഓരോ കാരക്ക വെച്ച് കൊടുക്കാൻ തുടങ്ങിയതാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ കഥ പറയുമ്പോൾ ഈ കഥ കേൾക്കുന്ന താബിഈകൾ ചോദിക്കുന്നുണ്ട്, കൈഫ കുൻതും തസ്നഊൻ, ആ ഒരു കാരക്ക കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? വലിയ വലിയ മനുഷ്യന്മാർക്ക് ഒരു കാരക്ക കൊണ്ട് എന്താ ആവുക? അപ്പൊ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അതിന് കൊടുക്കുന്ന മറുപടി, ഒരു ചെറിയ പൈതൽ ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്നത് പോലെ ഞങ്ങൾ ആ കാരക്ക വായില് വെക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ അതിങ്ങനെ അലിയിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. അത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മുടെ മുൻഗാമികൾ ഈ ദീനിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചതും ഈ ദീനിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളത്. അങ്ങനെ ഈ സംഘം നീങ്ങി അവരൊരു കടൽ തീരത്തെത്തി. ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത് സരിയത്തു സൈഫിൽ ബഹർ എന്ന പേരിലാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 300 ആളുകളുടെ സംഘം അങ്ങനെ കടൽ തീരത്ത് വെച്ചിട്ട് അവർക്ക് വലിയൊരു തിമിംഗലത്തെ കിട്ടുകയാണ്. അത് ചത്ത് കരയിൽ അടിഞ്ഞിട്ടുണ്ട്, വലിയ തിമിംഗലം. ആ തിമിംഗലത്തിന്റെ വലുപ്പൊക്കെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വലിയ കൗതുകത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കണ്ണിന്റെ കുഴി, ആ കണ്ണിന്റെ കുഴിയിലേക്ക് അബൂ ഉബൈദ 13 ആൾക്കാരെ ഇറക്കിയിരുത്തിയതാണ്. അത്രക്കും വലിയ തിമിംഗലാണ്. കണ്ണിന്റെ ഹോളിലേക്ക് 13 സൈനികരെ അബൂ ഉബൈദ ഇറക്കിയിരുത്തിയിരുന്നു എന്നാണ്. അതിന്റെ വാരിയലില് അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിന്റെ താഴത്തു കൂടി അവര് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒട്ടകത്തെയും അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ആളെയും നടത്തിയതാണ്. എന്നിട്ടും അവരുടെ തല ആ വാരിയലില് തട്ടിയിട്ടില്ല. ഒരു മാസം ആ 300 ആൾക്കാര് ആ മീന് കൊണ്ട്, ആ തിമിംഗലം കൊണ്ട് അവരുടെ വിശപ്പടക്കാൻ, അവരുടെ ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെട്ടു, തടിയൊക്കെ നന്നായി എന്നൊക്കെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മദീനയിലേക്ക് വരികയാണ്. ഇതിന്റെ ഇറച്ചിയൊക്കെ കുറച്ച് ഉണക്കിയിട്ട് മദീനയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതിപ്പോ ചത്ത മീനാണല്ലോ, അപ്പൊ ചത്ത മീനെ നമ്മൾ എങ്ങനെ കഴിക്കുക, ഒരു മയ്യിത്തിനെ നമ്മൾ എങ്ങനെയാണ് കഴിക്കുക എന്നൊരു സംശയം സഹാബിമാർക്ക് ഉണ്ടായിരുന്നു. അല്ലാഹു അലം, അവർക്ക് അന്ന് അതിന്റെ ഹുക്ം അറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ബേജാറോട് കൂടിയാണ് സഹാബിമാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിമാരോട് പറയുന്നുണ്ട്, ഹാദാ റിസ്ഖുൻ റസഖഹുല്ലാഹ്, ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപജീവനാണ്, അത് നിങ്ങൾക്ക് കഴിക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾ ആ ഇറച്ചിയിൽ നിന്ന് ബാക്കി ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾ ഒരു ഓഹരി തരി, എനിക്കും അത് വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് സഹാബിമാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതിൽ തെറ്റില്ല,
ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിവാര്യ ഘട്ടത്തിലല്ലല്ലോ അത് തിന്നുന്നത്. അപ്പൊ അനിവാര്യ ഘട്ടത്തിലല്ല എങ്കിലും ഒരാൾക്ക് കടലിലെ ചത്ത മീനിനെ തിന്നാമെന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നത്, ഞങ്ങൾ ചില സമയത്ത് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടാവുക, കുടിക്കാനുള്ള വെള്ളം. ആ വെള്ളം കൊണ്ട് ഞങ്ങൾ വുളു ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തികയൂല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് കടലിലെ വെള്ളം കൊണ്ട് വുളു ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കടലിലെ വെള്ളം അത് തൊഹൂറാൻ, അത് ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വുളു ചെയ്യാം. വുളു ചെയ്യാൻ നിങ്ങൾ കുടിക്കാൻ എടുത്ത് വെച്ച വെള്ളം കൊണ്ട് വുളു ചെയ്യേണ്ടതില്ല. ആ വെള്ളങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുക, വുളു ചെയ്യാൻ നിങ്ങൾക്ക് കടലിലെ വെള്ളം ഉപയോഗിക്കാം. അൽഹില്ലു മൈതതുഹു, ആ കടലിലെ ശവം നിങ്ങൾക്ക് അനുവദനീയവുമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന്, ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താന്ന് വെച്ചാൽ, അള്ളാഹു അവന്റെ അടിമകളെ പരീക്ഷിക്കും. ഇപ്പൊ ഈ യാത്രയുടെ തുടക്കത്തിൽ ഈ 300 ആൾക്കാർ അനുഭവിച്ച പട്ടിണിയുടെ തീവ്രത എത്രയെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. ഒരു ദിവസം ഒരു കാരക്ക കൊണ്ട് വിശപ്പടക്കാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കാരക്ക എന്താവുക? പക്ഷെ അതിനുശേഷം അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം കൊടുക്കുകയാണ്. കടലിൽ നിന്ന് തിമിംഗലത്തെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അവന്റെ അടിമകളെ സഹായിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അള്ളാഹു ഒരിക്കലും അവന്റെ അടിമകളെ കൈവിടുകയില്ല എന്നൊരു പാഠം ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മുടെ റബ്ബിനെ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് പ്രശ്നം. നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അള്ളാഹു. നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാളും അള്ളാഹുവിന് നമ്മളോട് സ്നേഹമുണ്ട്. ആയിഷ ബീവിന്റെ അടുക്കിലേക്ക് ഒരു ഉമ്മയും 2 കുട്ടികളും വന്നു. അപ്പോൾ വിശന്നിട്ട് വിശപ്പ് താങ്ങാൻ പറ്റാതെയാണ് ഓർ എത്തിയിട്ടുള്ളത്. ആയിഷ ബീവിനോട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി 3 കാരക്ക എടുത്തിട്ട് ആ ഉമ്മാക്കും 2 മക്കൾക്കും കൊടുത്തു. നമ്മുടെ ഉമ്മാന്റെ അടുക്ക് അതേ കൊടുക്കാനുള്ളൂ. അപ്പൊ ഈ ഉമ്മ ഈ 2 കുട്ടികൾക്കും ഓരോ കാരക്ക വീതം കൊടുത്തു. ഒരു കാരക്ക ഉമ്മാന്റെ കയ്യിലും പിടിച്ചു. ഈ 2 പെൺകുട്ടികളും അവരുടെ കാരക്ക വായിലിട്ടിട്ട് ഉമ്മാന്റെ കാരക്കക്ക് നേരെ കൈ നീട്ടാൻ. ആയിഷ ബീവി കുറച്ചൊരു അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ആ ഉമ്മാനെ നോക്കുകയാണ്. എന്താ ആ ഉമ്മ ചെയ്യുക? കാരണം പട്ടിണി കടന്ന് വിശപ്പ് താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഉമ്മ വന്നത്. ആ ഉമ്മാക്ക് നല്ല വിശപ്പുണ്ട്. ഈ കുട്ടികൾ 2 ഓർക്ക് കിട്ടിയ കാരക്ക വായിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ ഉമ്മാനൊരു കാരക്കയാണ് ബാക്കിയുള്ളത്. ആ ഉമ്മ എന്താ ചെയ്യുക? ആയിഷ ബീവി ഇങ്ങനെ കൗതുകത്തോടു കൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. ആ ഉമ്മ എന്താ ചെയ്തത്? ആ കാരക്ക 2ആക്കി കീറി മുറിച്ചു. ഒരു കഷ്ണം ഒരു കുട്ടിന്റെ വായിലേക്കും മറ്റേ കഷ്ണം അടുത്ത കുട്ടിന്റെ വായിലേക്കും വെച്ചു കൊടുത്തു. അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ ഉമ്മയാണ്. ആ ഉമ്മയെക്കാളും അവനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും? ആ ഉമ്മയെക്കാളും അവനെ സ്നേഹിക്കുന്നവനാണ് അവന്റെ റബ്ബ്. ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുക, അവന്റെ നല്ല അടിമകളായിട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. റമദാൻ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു മാസത്തെ ദൂരമാണ് ആ അതിഥിയെ സ്വീകരിക്കാൻ നമുക്കുള്ളത്. നല്ല പ്ലാനിങ്ങോട് കൂടി ആ മാസത്തെ സ്വീകരിക്കാനും വരവേൽക്കാനും നമുക്ക് പറ്റണം. കഴിഞ്ഞു പോയ റമദാനുകളെ പോലെ ആയിരിക്കൂല വരാനിരിക്കുന്ന റമദാൻ എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. നന്നായിട്ട് പഠിക്കുക. എന്താണ് നോമ്പ്? എന്താണ് നോമ്പിന്റെ ശ്രേഷ്ഠതകൾ? എന്തൊക്കെയാണ് നോമ്പിന്റെ വിധിവിലക്കുകൾ? അറിഞ്ഞുകൊണ്ട് റമദാനെ സ്വീകരിക്കുന്ന ഒരാളും റമദാന്റെ ശ്രേഷ്ഠതകളും നോമ്പിന്റെ വിധിവിലക്കുകളും അറിയാത്ത ഒരാളും ഒരേപോലെയല്ല നോമ്പിനെ സ്വീകരിക്കുക. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഞാൻ കേട്ടത് സാദിഖ് മദീനി ഉസ്താദിന്റെ ഒരു ദർസ് വരാനുണ്ട് എന്നാണ്. അഹ്കാമു സിയാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഡേറ്റിന്റെ മനസ്സിലില്ല. അപ്പൊ അഹ്കാമു സിയാം, നോമ്പിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദർസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കുക. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന്റെ ദീന് പറയാനും കേൾക്കാനും ഒക്കെ ഇരിക്കണം. അത് നമ്മുടെ ഈമാനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എൽമ പഠിക്കുന്നതിന് ഒരു മധുരമുണ്ട്. ആ മധുരം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാതെ ആസ്വദിക്കാൻ കഴിയും. അതിന്റെ ആസ്വാദനം അനുഭവിച്ച ഒരാൾക്ക് പിന്നെ അത് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു ഇടങ്ങറാണ്. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് കുറച്ചു കാലം മിസ്രിൽ ഉണ്ടായിരുന്നു. ഒരു 6-7 മാസങ്ങൾ അദ്ദേഹം മിസ്രിലാണ്.
അപ്പൊ അവരുടെ രീതി എന്താ വെച്ചാൽ പകൽ സമയം അവർ മുഴുവൻ ഷെയ്ഖുമാരുടെ ദർസിലായിരിക്കും. ഒരു ഉസ്താദിന്റെ അടുക്കിലേക്ക് പോകും, അവിടുന്ന് പഠിക്കും, പിന്നെ അടുത്ത ഉസ്താദിനെ തേടി പോകും, പിന്നെ അവിടുന്ന് അടുത്ത ഉസ്താദിനെ തേടി പോകും. അങ്ങനെ പകൽ സമയത്ത് അവര് ഉസ്താദുമാരുടെ ദർസിൽ തിരക്കിലാണ്. രാത്രി സമയത്ത് അവർ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നു, എഴുതിയെടുക്കുന്നു, അത് ചൊല്ലിക്കൊടുക്കുന്നു, ആവർത്തിച്ച് വായിച്ചു നോക്കുന്നു. അപ്പൊ അങ്ങനെ തിരക്കിലുള്ള സമയമാണ്. ഒരിക്കൽ ഇബ്നു അബി ഹാത്തിം റഹിമഹുള്ളയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഒരു ഉസ്താദിനെ തേടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ഉസ്താദിന് സുഖമില്ല, അദ്ദേഹം രോഗിയാണ്, ദർസ് എടുക്കാൻ പറ്റൂല, ക്ലാസ് എടുക്കാൻ പറ്റൂല. അന്നത്തെ പോലെ വാട്സപ്പും സോഷ്യൽ മീഡിയയും മൊബൈലും ഒന്നും ഇല്ലല്ലോ. അവിടെ എത്തുമ്പോഴാണ് അറിയാം ഉസ്താദിന് സുഖമില്ല, ഇന്ന് ക്ലാസ് ഇല്ല എന്നൊക്കെ. അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോ അങ്ങാടിയിൽ മാർക്കറ്റിൽ അവര് മീൻ വിൽക്കുന്ന ഒരാളെ കാണാൻ. അപ്പൊ ആ മീൻ കണ്ടപ്പോൾ അവർക്കൊരു കൗതുകം. മിസ്രിൽ എത്തിയതിനു ശേഷം അവരങ്ങനെ നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഒരു ഇൽമും അറിവും ഉസ്താദ്മാരുടെ സദസ്സുമായിട്ട് തിരക്കിലാണ്. അപ്പൊ കൗതുകത്തിന് അവർ ആ മീന് വാങ്ങി, വില കൊടുത്ത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും അടുത്ത ഉസ്താദിന്റെ ദർസിലേക്ക് പോകേണ്ട സമയമായി. ആ മീന് നന്നാക്കാനോ അതൊന്ന് വൃത്തിയാക്കാനോ വേവിക്കാനോ പാകം ചെയ്യാനൊന്നും അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അവർ ആ മീന് വീട്ടിൽ വെച്ചിട്ട് ഉസ്താദിന്റെ ദർസിലേക്ക് പോവാൻ. പിന്നെ ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോന്ന് ഫ്രീ ആകുന്നത്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ മീനിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാലോ. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹു തആല പറയാണ്, ആ 3 ദിവസം കഴിഞ്ഞിട്ടും ആ മീന് നന്നാക്കാനും വേവിക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടില്ല. അത് പച്ചക്ക് ഞങ്ങൾ തിന്നുന്ന, വേവിക്കാൻ സമയം കിട്ടാത്തോണ്ട് പച്ചക്ക് ആ മീന് ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു അടിസ്ഥാനമുണ്ട്. സുഖിയന്മാരായിട്ട് ഇങ്ങനെ ഒരു പണി എടുക്കാതെ ഇരുന്നിട്ട് അറിവ് കിട്ടും, വിജ്ഞാനം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. അറിവ് കിട്ടണമെങ്കിൽ യാത്ര ചെയ്യേണ്ടി വരും, ഉറക്കൊഴിക്കേണ്ടി വരും, കുറച്ചൊക്കെ പട്ടിണി സഹിക്കേണ്ടി വരും, കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഇൽമ് കിട്ടുള്ളൂ. ആ ഇൽമിന്റെ ഒരു മധുരം, അറിവിന്റെ ഒരു ആസ്വാദനം നമുക്ക് കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറക്കുകയും ചെയ്യുക. അതാണ് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹു തആലയുടെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം. അപ്പോ അറിവിന്റെ സദസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇൽമ് വിശാലമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇൽമുള്ള ഒരാളുടെ നോമ്പും ഇൽമില്ലാത്ത ഒരാളുടെ നോമ്പും ഒരുപോലെയല്ല. അറിവുള്ള ഒരാൾ നിസ്കരിക്കുന്നതും അറിവില്ലാത്ത ഒരാൾ നിസ്കരിക്കുന്നതും ഒരിക്കലും തുല്യാവില്ല. അറിവുള്ള ഒരാൾ ഹജ്ജ് ചെയ്യുന്നതും അറിവുള്ള ഒരാൾ ഉംറ ചെയ്യുന്നതും അറിവില്ലാത്ത ഒരാൾ ഹജ്ജ് ഉംറയും ചെയ്യുന്നതും ഒരുപോലെയല്ല. ആ മാറ്റം ശരിക്കും അവരുടെ ഇബാദത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അറിവിന്റെ സദസ്സുകൾ തേടി ചെല്ലുക, പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജനുവരി 25 ഞായറാഴ്ച അസർ നിസ്കാര ശേഷം ചെമ്പാട് മസ്ജിദുൽ ഹിക്മയിൽ വെച്ചിട്ട് ബഹ്മാനിയനായ സാദിഖ് മദീനി ഉസ്താദും സഫീർ അൽ ഹിക്മി അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് പഠിക്കാനുള്ള ഒരു സദസ്സാണത്. അതുപോലെ തന്നെ ജനുവരി 16 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 നമ്മുടെ ഹിക്മയിൽ വെച്ചിട്ട്, കുഞ്ഞിപ്പള്ളി അൽ ഹിക്മയിൽ വെച്ചിട്ട് നൂറുൽ ഹക്ക് ആമയൂരും അതുപോലെ തന്നെ സുബൈർ സലഫി പട്ടാമ്പിയും ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് നമ്മൾ കാണുക. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളെ ശൈത്താന് വെറുതെ വിടൂല. ശൈത്താന് നമ്മളെ പിന്നാലെ കൂടും. എങ്ങനെങ്കിലുമൊക്കെ നമ്മളെയും കൂട്ടിയിട്ട് നരകത്തിലേക്ക് പോകാനുള്ള പണികളാണ് എടുക്കുക. നമ്മളൊരു നന്മ ചെയ്യുന്നത് ശൈത്താന് സഹിക്കും. ഒരു അടിമ സുജൂദ് ചെയ്യുമ്പോൾ, ഒരാൾ ഖുർആൻ ഓതി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ശൈത്താൻ കരയുന്നതാണ്. ശൈത്താൻ പറയുന്നതാണ്, എന്നോട് എന്റെ റബ്ബ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നരകമുണ്ട്. ആദമിന്റെ പുത്രനോട്, മനുഷ്യനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഓന് സുജൂദ് ചെയ്തു, അള്ളാഹുവിനെ അനുസരിച്ചു, അതുകൊണ്ട് അവൻക്ക് സ്വർഗമുണ്ട്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളുള്ളയുടെ ദർസിലേക്ക് കുറച്ച് ശിഷ്യന്മാർ വന്നു. ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ളുള്ള. അപ്പൊ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഷെയ്ഖിനോട്, ഉസ്താദ് ഒരാളുണ്ട്, മൂപ്പര് നബിയാണെന്നാണ് മൂപ്പരെ വാദം, നുബുവത്തുണ്ട്, നബിയാണ് എന്ന് വാദിക്കുന്ന ഒരാളാണ്. അപ്പൊ ഉസ്താദ് ഒന്ന് മൂപ്പരോട് സംസാരിക്കണം, മൂപ്പര് തെറ്റൊന്ന് തിരുത്തി കൊടുക്കണം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫ്ള് എന്ന് പറഞ്ഞ പ്രശ്നമല്ല, നമുക്ക് സംസാരിക്കാം, നിങ്ങൾ ആളെ കൊണ്ടുവരും. അങ്ങനെ ശിഷ്യന്മാര് ആ ആളെയും കൂട്ടിയിട്ട് വന്നു. ഷെയ്ഖ് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ നബിയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നബിയാന്ന് പറയുന്നത്?
വെറുതെ ഒരാൾ നബിയാന്ന് പറയുന്നല്ലോ, നിങ്ങൾ നബിയാന്ന് പറയാനുള്ള ന്യായം എന്താ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് വഹി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നബിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഉടനെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള് പറയാണ്, സദഖ്ത വല്ലാഹ്, അള്ളാഹു തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, സത്യമാണ്. ഈ നുബുവത്ത് വായിച്ച മനുഷ്യൻ തന്നെ അയാളെന്നെ ഒന്ന് ഞെട്ടിപ്പോയി, അയാളെന്നെ ഒന്ന് ഷോക്കായി പോയി. എന്താ ഞാൻ വഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഒറ്റയടിക്ക് ഷെയ്ഖ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരും ആലോചിച്ചു, എന്താ അത് കഥ? ഉസ്താദിന്റെ അടുക്കലേക്ക് നുബുവത്ത് വാദിച്ച ഒരാളെ തിരുത്താനും അയാളോട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അയാൾക്ക് വഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വഹി വരുന്നുണ്ട് എന്നത് സത്യമാണ്, പക്ഷെ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹിയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോടു കൂടി നിലച്ചിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു വഹി വരില്ല. നിങ്ങൾക്ക് വഹി വരുന്നത് ശൈത്താന്റെ അടുക്കൽ നിന്നാണ്. ശൈത്താന്മാര് അവരുടെ മിത്രങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിക്കും, വഹി ഇട്ട് കൊടുക്കും. ആ ആയത്ത് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിള് പറയാണ്. എന്നിട്ട് അതിനുള്ള മരുന്നിന്റെ അടുത്തുണ്ട്, ആ പരിഹാരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി നിലച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു വഹി വരൂല. ഖുർആനും സുന്നത്തുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി. എന്നാൽ ശൈത്താന്റെ അടുക്കൽ നിന്നുള്ള വഹി നിലച്ചിട്ടില്ല. ഓൻ എങ്ങനെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ചു വലിച്ച് ഓന്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. അതിന് പഠിച്ച പണി 18 അവൻ പയറ്റുകയും ചെയ്യും. അപ്പൊ ആ ശൈത്താനോട് നമ്മൾ ജിഹാദ് ചെയ്യുക, നമ്മുടെ മനസ്സിനോട് നമ്മൾ ജിഹാദ് ചെയ്യുക. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനോടുള്ള ജിഹാദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ജിഹാദിന്റെ മർത്തബകൾ എണ്ണി പറയുമ്പോൾ ആദ്യം എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങളുടെ മനസ്സിനോട് ജിഹാദുൻ നഫ്സാൻ, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. പിന്നെ ശൈത്താനോടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. അങ്ങനെ ജിഹാദ് ചെയ്ത് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഒരു ഈത്തപ്പനം തയ്യുണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ നട്ടുപിടിപ്പിക്കണതാണ്. ആ വാക്കാലോചിച്ച് നോക്കുക നമ്മൾ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഒരു ഈത്തപ്പന തൈ ഉണ്ടെങ്കിൽ, ആ തൈ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെയോ കുറെ ചെയ്തിട്ടുണ്ട്, എവിടൊക്കെയോ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആരും എവിടെ എത്തിയിട്ടില്ല. നമ്മൾ ചെയ്തതൊന്നും ഒരുപാടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഐഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവസാനമായിട്ട് ഉമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഐഷ ബീബി അവരുടെ മരണക്കിടക്കയിലാണ്, മരണത്തിന്റെ വിരിപ്പിലാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം അനുവാദം ചോദിച്ചപ്പോൾ ഐഷ ബീബി അനുവാദം കൊടുക്കുന്നില്ല. ഐഷ ബീവിക്ക് മനസ്സിലായിട്ടുണ്ട് ഇബ്നു അബ്ബാസ് വരുന്നത് ഐഷ ബീവിനെ ഒന്ന് പുകഴ്ത്താനും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സമാധാനത്തോടു കൂടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയിക്കോളി എന്നൊക്കെ പറയാനും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ ആ പുകഴ്ത്തലെ കേൾക്കണ്ട എന്ന നിലക്ക് ഐഷ ബീവി ആദ്യം ഇബ്നു അബ്ബാസിന് അനുവാദം കൊടുക്കുന്നില്ല. പിന്നീട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഐഷ ബീവി നിർബന്ധിതയായിട്ട് അനുവാദം കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വന്നു ഐഷ ബീവിയോട്, നമ്മുടെ ഉമ്മയോട് സംസാരിക്കാൻ. യാ ഉമ്മ അബ്ശിരി, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പങ്കാളിയായിരുന്നു. നിങ്ങളെ അല്ലാതെ വേറൊരു കന്യകയെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്കെതിരെ മുനാഫിക്കുകൾ ആരോപണം പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ നിഷ്കളങ്കയാണ് എന്ന് പറഞ്ഞിട്ട് 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹു വഹി ഇറക്കി, ഖുർആന്റെ ആയത്തുകൾ ഇറക്കി. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ പള്ളികളിൽ ആ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടും. ഒരു യാത്രയിൽ നിങ്ങളുടെ മാല നഷ്ടപ്പെട്ടു, അന്ന് നബിക്കും സഹാബിമാർക്കും വെള്ളം കിട്ടിയില്ല. നിങ്ങൾ കാരണം, നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് തയമ്മും എന്നൊരു ഹുക്മ് അള്ളാഹു ഇറക്കി കൊടുത്തു. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ സന്തോഷിക്കുക. ഐഷ ബീവി പറയാണ്, ഇബ്നു അബ്ബാസ് ദഅനി വമിൻ തസ്കിയതിക്, ഇബ്നു അബ്ബാസ് നീ ഇന്നൊന്ന് വെറുതെ വിട്, ഇന്നെങ്ങനെ പുകഴ്ത്തണ്ട, ഇന്നെങ്ങനെ പ്രശംസിക്കണ്ട, നീ ഇന്നൊന്ന് ഒഴിവാക്ക്. ഫവല്ലാഹി ലവദിതു അന്നി കുൻതു നസിയം മൻസിയ, ആയിഷ എന്ന ഒരാൾ തന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഐഷ ബീവി? ഐഷ ബീവി സ്വർഗത്തിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണയാണ്.
അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. ബാക്കിയുള്ള സ്ത്രീകളെക്കാളൊക്കെ ആയിഷ ബീവിക്കുള്ള സ്ഥാനം സരീദിന് ബാക്കിയുള്ള ഭക്ഷണ വിഭവങ്ങളെക്കാളൊക്കെ ഉള്ള സ്ഥാനമാണ് നബി പറഞ്ഞത്. ബാക്കിയുള്ള സ്ത്രീകളെക്കാളൊക്കെ ആയിഷ ബീവിക്ക് സ്ഥാനമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയിഷയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ്. ഇതൊക്കെ കേട്ട ആൾക്കാരായിട്ടും ഒരു ബേജാറിലാണ്. ഞങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കോ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമോ? അത് ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സാണ്. മുനാഫിക്ക് എപ്പോഴും ഒരു ആശ്വാസത്തിനും സമാധാനത്തിലായിരിക്കും. ഞാനൊക്കെ എങ്ങനെയൊക്കെ കഴിച്ചിലാകും, എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് സ്വർഗത്തിലെത്തും എന്നൊരു ആശ്വാസത്തിലായിരിക്കും ഒരു മുനാഫിക്ക് ഉണ്ടാവുക. എന്നാൽ ഈമാനുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഒരു ബേജാറുണ്ടാകും, പ്രതീക്ഷയുണ്ടാകും. ഒന്ന് ബേജാറാകും, അള്ളാഹുവിന്റെ അതൊക്കെ സ്വീകരിക്കുമോ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ. അതിന്റെ കൂടെ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും ഉണ്ടാകും. അപ്പൊ ആ നിലക്കാണ് നമ്മളും ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും ഫോളോ ചെയ്ത് ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിന്റെ നല്ല അടിമകളായിട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നബിയെയും സഹാബിമാരെയും സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നബിയുടെയും സഹാബിമാരുടെയും കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയും. നബിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നത് മത്തസ്സാ, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാണ് അന്ത്യസമയം? അപ്പൊ നബി തിരിച്ചു ചോദിച്ചത് വമാ അദത്തലഹ, ആ അന്ത്യസമയത്തിന് നീ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? എൻ്റെ അടുത്ത് കുറെ നിസ്കാരങ്ങളും നോമ്പും ഇബാദത്തുകളും ഒന്നും ഇല്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, പക്ഷെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ കൂടെയാണ് നീ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബിന്റെ ആ വാക്കിനെക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കില്ല എന്നാണ്. ഞങ്ങൾ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ഓരെ പോലെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും അവരോടുള്ള സ്നേഹം കാരണം അവരുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബിയെ സ്നേഹിക്കുക, സഹാബിമാരെ സ്നേഹിക്കുക, അവർ നടന്ന വഴികളിലൂടെ നടക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.